ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. റെയിൽവേ ടിക്കറ്റ് ഓക്കെ, ബസ് ചാർജ് ഓക്കെ, ഓട്ടോറിക്ഷ അയ്യോ 10 രൂപ, അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ, എവിടെ പോയി അറിയണ്ടേ? അയ്യോ, ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇതേന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണിയേട്ടാ. ഓ, എന്നാലാ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്കറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കാൻ അങ്ങോട്ട്, നടക്കാൻ. ഇത് കണ്ടോ, കുറെ നാളായി യവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ നാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വീടി വലിച്ചു നോക്കുന്നത്. ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിവീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു പഠിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ. ഉണ്ണേട്ടാ, പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളായിപ്പോ അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖലെ തന്നെ. ഗോഖലെ തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ശവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായം. അത് ഞാനും കേട്ടു. നീ പോടത്തുണ്ടി. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കും, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. ശല്യം, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കളയ പറയും.
ഇതാമേ. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഉം. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുവരിന്റെ മേലെ വരും. പോടാ, പോയി കുളിക്കടാ. ഛെ. ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും ശോ, അത് ഇതുവരെ വിട്ടില്ലേ? കഷ്ടം. ഞാൻ തരാം 3 രൂപ. അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയി എന്നൊന്ന് അറിയണ്ടേ? ഉം? എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വെറും ഒരു പിശുക്കനാണ്. അല്ല, ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും പൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുചെലവിന് വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നുമില്ല. ആ, പിന്നെ മിണ്ടാണ്ടിരി. പക്ഷേ എന്തോന്ന് പച്ചേ പറ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 ആയി. മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. എടീ, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവർ പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ, ആദ്യം എൻ്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല. പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്ത് അരയ്ക്കും. എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ? ദേവേന്ദ്രനായിരിക്കും. ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ഈ ഉണ്ണിയേട്ടനെ കൊണ്ട് തോറ്റു. എടീ, ആ 3 രൂപ ഞാൻ ഹെഡ് ഓഫീസിലെ പ്യൂണിന് ചായ കുടിക്കാൻ കൊടുത്തതാ.